ഹരേ ബ്രഹ്മാർപ്പണമസ്തു. ഏവർക്കും ശ്രദ്ധേയമായിട്ടുള്ള എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏവരും സന്തോഷത്തോടെയും സുഖസമൃദ്ധിയോടും ആയുരാരോഗ്യങ്ങളോടുകൂടിയും ഇരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ അറിവിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു അറിവാണ് പകർന്നു നൽകുന്നത്. അന്നേരം അതിലേക്ക് നമുക്ക് ചരിക്കാവുന്നതാണ്. നമ്മുടെ എപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മളെല്ലായ്പ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. യഥേഷ്ടം ധനം ഉളവാക്കണം, ആ ധനത്താൽ പൂരിതമായിട്ടുള്ള കുടുംബത്തെ ഇമ്പമുളവാക്കണം, അതുപോലെ മറ്റൊരാളിൻ്റെയും മുന്നിൽ ശിരസ് കുനിക്കാതെ ജീവിതം നല്ല ലക്ഷ്യസ്ഥാനങ്ങളോടുകൂടി മുന്നോട്ട് പോകണം, നല്ല വാഹനം വേണം, നല്ല ഗ്രഹം വേണം, നല്ല ആഭരണങ്ങൾ വേണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്ത വ്യക്തികളല്ല. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. പണ്ടുള്ളവർ പറയും, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളമെങ്കിലും കിട്ടുകയുള്ളൂ എന്ന്. അതിന് നമുക്ക് കുന്നോളം ആഗ്രഹിക്കുവാനുള്ള ഒരു വിധാനത്തെക്കുറിച്ച് നമ്മൾ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും അത് ഉറച്ച വിശ്വാസത്തോടു കൂടി അനുഷ്ഠിക്കുക. അങ്ങനെ അനുഷ്ഠിച്ചാലേ അതിന് ഫലം ഉളവാക്കുകയുള്ളൂ. അന്നേരം ആ വിധാനം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കാണുന്ന ഒന്നാണ് ഗ്രാമ്പൂ എന്നുള്ളത്. ഈ ഗ്രാമ്പൂ എന്നുള്ളത് നമുക്ക് സുഗന്ധദ്രവ്യങ്ങളിൽപ്പെട്ട ഒരു ദ്രവ്യമാണെന്ന് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ മറ്റൊരു വസ്തുത, ലക്ഷ്മീ ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദ്രവ്യമാണ് ഗ്രാമ്പൂ എന്നുള്ളത്. ഗ്രഹത്തിൽ ഇത് പ്രത്യേക സ്ഥാനഭാവത്തിൽ ഇത് സ്ഥാപനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹാന്തരീക്ഷം വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ ധനവും ധാന്യവും കൊണ്ട് നിറയും. അതേപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉളവാകുകയില്ല. രോഗമുക്തി എന്ന് പ്രത്യക്ഷഭാവത്തിൽ പറയാം. അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ, ആഭിചാരദോഷങ്ങൾ ഇവയൊന്നും നമ്മളിലേക്ക് വന്നു ചേരുകയില്ല. ശത്രുദോഷങ്ങൾക്ക് മുക്തിപരമായിട്ടുള്ള ഒരു ദ്രവ്യം കൂടിയാണ് ഈ ഒരു ഗ്രാമ്പൂ എന്ന് പറയുന്നത്. അന്നേരം അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പരമമായിട്ടുള്ള രീതിയിൽ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹം ശുദ്ധിയായിരിക്കണം. എവിടെയാണെങ്കിലും ലക്ഷ്മീവാസം വന്നു ചേരണമെങ്കിൽ ഗ്രഹശുദ്ധി അനിവാര്യം. നമ്മൾ രാമായണം, ഭാഗവതം 18 പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബ്രഹ്മഹത്യാ പാപം എന്നുള്ള ഒരു പാപത്തെക്കുറിച്ച് പ്രതിപാദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ബ്രഹ്മഹത്യാ പാപം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കണില്ല. പക്ഷേ അത് മുന്നുള്ള വീഡിയോകളിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ ബ്രഹ്മഹത്യാ പാപം ഏത് ഗ്രഹങ്ങളിലാണ് വന്നു ചേരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്കണം വൃത്തിയാക്കാത്ത സ്ഥാനഭാവം, തലേന്നത്തെ വസ്ത്രം അലക്കാത്ത ഗ്രഹഭാവം, അതേപോലെ പാത്രങ്ങൾ കഴുകാതെ ഇട്ടിരിക്കുക, ഇങ്ങനെയുള്ള സ്ഥാനഭാവങ്ങളിലാണ് ബ്രഹ്മഹത്യാപാപം വന്നു ചേരുക. എന്ന് പറഞ്ഞതുപോലെ ലക്ഷ്മി സ്ഥായിയായിട്ട് സ്ഥിരതയായി വരണമെന്നുണ്ടെങ്കിൽ എന്തുളവാകണം? ഗ്രഹം ശുദ്ധിയും വൃത്തിയും ഉളവായിരിക്കണം. കാരണം ശുദ്ധിയും വൃത്തിയും ഉളവായി കഴിഞ്ഞാൽ നമ്മൾ ആ പൂജാമുറിയിൽ നല്ല നിലവിളക്ക്, ആ നിലവിളക്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്തോ ആയിക്കോട്ടെ ദ്രവ്യം, അതിൽ പ്രഭാതത്തിൽ അല്ലെങ്കിൽ സന്ധ്യാകാലത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണ് നാം ഏവരും. അങ്ങനെ 3 ദീപമെങ്കിലും പ്രകാശിപ്പിക്കണം കുറഞ്ഞത്.
മറ്റ് നമ്മൾ സംസ്കൃത ശ്ലോകങ്ങളെയൊക്കെ അങ്ങ് മാറ്റി നിർത്താം. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത ശ്ലോകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പല അബദ്ധങ്ങളും കാണിച്ചു കൂട്ടാറുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. കുറഞ്ഞത് 3 ദീപമെങ്കിലും ആകണം. മനസ്സ്, ശരീരം, ആത്മാവ്, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ലക്ഷ്മി, സരസ്വതി, പാർവതി, സൂര്യൻ, ചന്ദ്രൻ, പിന്നെയോ നമുക്ക് യഥേഷ്ടം ധനം ലഭ്യമാകുന്ന കുബേരൻ എന്ന ദേവതാസങ്കല്പം. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ സ്ഥൂലം, സൂക്ഷ്മം, കാരണം തുടങ്ങിയ ശരീരഭാവങ്ങൾ അങ്ങനെ ഒട്ടേറെയുണ്ട്. 3 ദീപങ്ങളുടെ പ്രത്യേകത പറഞ്ഞാൽ അന്നേരം നമുക്ക് ദീപമല്ല ഇവിടെ പ്രാതിനിധ്യം, ഗ്രാമ്പൂ എന്നുള്ള ദ്രവ്യമാണ്. ആയതുകൊണ്ട് തന്നെ അതിന് നിലവിളക്ക് ശ്രദ്ധേയമായിട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കണോ, കൊളുത്തണോ. അന്നേരം അവിടെ ചെറിയൊരു ഉരുളിയിൽ കുറച്ച് നാണയം അങ്ങോട്ട് ഇട്ട് വയ്ക്കുക. ചെറിയ ഒരു ഉരുളിയിൽ കുറച്ച് നാണയം ഇടുക. അതോടൊപ്പം തന്നെ ഈ ഗ്രാമ്പൂ അങ്ങോട്ട് നിക്ഷേപിക്കുക. അത് നല്ല വൃത്തിയുള്ള പാത്രമായിരിക്കണം. അതേപോലെ എല്ലാ ദിവസവും അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിരിക്കണം. ജലം കൊണ്ട് തളിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിനങ്ങളിലും നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. ഈ നാണയങ്ങളും ഈ ഗ്രാമ്പൂവും അത് നിലവിളക്ക് കൊളുത്തുന്ന സ്ഥാനഭാവത്തിൽ ഉളവായിരിക്കണം. കൂടാതെ നമ്മൾ ഇപ്പം പല ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരാണ്. അന്നേരം നമ്മുടെ കൈകളിലെല്ലാം പേഴ്സ് കാണും, സംശയമൊന്നുമില്ല. ഒരു ചെറിയ കവറിനകത്ത് ഒരു ഗ്രാമ്പൂവും ഒരു നാണയവും അത് ഭഗവതിയെ സങ്കല്പിച്ച് അങ്ങോട്ട് വയ്ക്കുക. കൃത്യം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ലക്ഷ്മിയുടെ വാസം സ്ഥായിയായിട്ട് നമ്മളിൽ ഉളവാകും. പിന്നെ അർപ്പണ മനോഭാവത്തോടു കൂടി ഓം ശ്രീം നമഃ എന്ന ഉരുവിടയും കൂടി ചെയ്തു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഉരുവിടുവാൻ സാധിക്കുമോ. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഗുരുദീക്ഷയൊന്നും എടുക്കേണ്ട കാര്യമില്ല. മന്ത്രസിദ്ധിദായകമായിട്ടുള്ള കർമ്മമല്ല, മന്ത്രബലം നമുക്കുളവാകുവാൻ വേണ്ടി ചെയ്യണ കർമ്മമാണ്. അന്നേരം ഓം ശ്രീം നമ എന്ന് പറഞ്ഞാൽ ശ്രീം നമ എന്ന് പറയുമ്പോൾ അത് ലക്ഷ്മി ദേവിയുടെ മൂലമന്ത്രമാണ്. അല്ല, ലക്ഷ്മി ദേവി പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുകയും ധനപരമായിട്ടുള്ള കർമ്മതലങ്ങളാൽ ശോഭിതമാകുകയും ചെയ്യും. അതുകൂടാതെ നമ്മൾ വസ്ത്രം അടുക്കി വെച്ചിരിക്കുന്ന അലമാരയിൽ അവിടെയും ഇതേപോലെ ഗ്രാമ്പു അങ്ങോട്ട് വയ്ക്കുക. ലക്ഷ്മി എല്ലായിടത്തും വസിച്ചാലേ ഫലമുള്ളവാകുകയുള്ളൂ. അതേപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഓരോ ഗ്രാമ്പു വെച്ച് നോക്കൂ. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ രോഗാണുക്കളെ ഇല്ലാതെയാക്കുവാൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ്. ഒരു രോഗാണു ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവിടേക്ക് ആയുരാരോഗ്യം വന്നു ചേരും. ആയുരാരോഗ്യം വന്നു ചേർന്ന് കഴിഞ്ഞാൽ യഥേഷ്ടം പ്രവൃത്തിക്ക് ഊർജവും ശക്തിയും ഉളവാകും. ധനം യഥേഷ്ടം നമ്മുടെ ഗ്രഹത്തിൽ ഉളവാകും. ഇത് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. ഇങ്ങനെയൊന്ന് അനുഷ്ഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ ഗ്രഹം അത്രയും ശുദ്ധവും വൃത്തിയും ഉളവായിരിക്കണം. ഗ്രഹം ഒരു ശരീരമാണ് എന്ന് തന്നെ നമ്മൾ വിചാരിക്കല്ല, അതാണ് സത്യവും. കാരണം നമ്മുടെ ശരീരത്തിൽ ജീവൻ വസിക്കുന്ന ഗ്രഹമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതുപോലെ ഈ ശരീരത്തിൻ്റെ ജീവനെ ശ്രേഷ്ഠമാക്കുന്നതാണ് നമ്മുടെ വീട് എന്ന് വാസ്തുശാസ്ത്രം പ്രത്യേകം വ്യക്തമാക്കുകയാണ്. അത് അറിഞ്ഞു വേണം നമ്മൾ ഇങ്ങനെയുള്ള കർമ്മം അനുഷ്ഠിക്കും. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. അഭിവൃദ്ധിയും ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും തനിയെ വന്നു ചേരും. അതിനായിട്ടുള്ള
ഒരു നല്ല മനസ്സ് നമ്മളിൽ ഉണ്ടാകണം എന്ന് മാത്രം. കുറച്ച് കർമ്മത്തിൽ നമ്മൾ മുതിർന്നാൽ മാത്രമേ ഭഗവതിയുടെ കടാക്ഷം ലഭ്യമാകുകയുള്ളൂ. പെട്ടെന്നൊന്നും നമുക്ക് അത് സാധിച്ചെടുക്കുവാൻ സാധിക്കില്ല. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. എല്ലാവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നമ്മുടെ ഗ്രഹത്തിന് വന്നു ചേരും. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറക്കാതെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക. അന്നേരം ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മറ്റൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി, നമസ്കാരം.